disciples of all the nations, as did the Almighty say. Let's spread the word of love. Let's soothe those who pain. Go therefore and make disciples of all the nations. The disciples in the stream. The disciples in the stream. വേഗമേൽവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഈ മരുഭൂമിയിൽ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയാല് ജീവനും ഭക്തിക്കും വേണ്ടുന്ന സർവശക്തനായ ദൈവം കൃപയാൽ തന്ന് പരിപാലിക്കുന്ന വലിയ ദൈവോർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ കടന്നു വന്ന എല്ലാവരെയും ദൈവം ഈ ദിവസങ്ങളിൽ കൃപയിലും കൃപാവരങ്ങളിലും നിറയ്ക്കട്ടെ. തളർന്നിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ അദൃശ്യമായ കരം, താണിരിക്കുന്നവരെ ഉയർത്തുന്ന ദൈവത്തിന്റെ അദൃശ്യമായ കരം ഈ ആലയത്തിനകത്ത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനായി സർവശക്തനായ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. ജീവന്റെ തുടുപ്പുകൾ ആരുടെയെങ്കിലും ജീവിതത്തിൽ ശേഷിക്കുന്നുവെങ്കിൽ അല്പമേ ശക്തിയുള്ളൂ എങ്കിലും ആ ശക്തി എടുത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ ആമേ സ്തുതികളുടെ മേൽ വസിക്കുന്നവൻ, ആമേ സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടുന്ന സകലതും തന്ന് തൃപ്തനാക്കുവാൻ എന്ന് രാത്രിക്കാലം നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ആമേ നമ്മൾ ആഗ്രഹിക്കുന്നതിനും ചിന്തിക്കുന്നതിനും നിனைക്കുന്നതിനും അത്യന്തപരമായി തന്ന് മാനിപ്പാൻ കഴിവുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. ഞാൻ ഇന്ന് കഷ്ടത്തിലായിരിക്കുന്നത് എന്റെ ജീവിതത്തിൽ നന്നായി എന്ന് പറയുന്ന രീതികളാണ് എന്റെ കഷ്ടത്തെ മാനിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. കണ്ണുനീരോടുകൂടി ഞാൻ ഇരുന്നത് എന്റെ ജീവിതത്തെ വലിയ വിടുതലായി ഇരുന്നുവെന്ന് ആമേ ആണ്ടുകൾ കഴിഞ്ഞിട്ട് പറയുവാൻ കഴിയുന്ന രീതികളാണ് എന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നടത്താൻ പോകുക. വിശ്വസിക്കുന്നവരുടെ തുണിയും തോക്കവിടെ മുഴങ്ങട്ടെ. അങ്ങനെ ചില ജനിക്കാൻ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോ, ചില പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോ, ചില താഴ്ചകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു ആ താഴ്ചയുടെ ജീവിതത്തിൽ ഉയർത്തിയാക്കാൻ പോകുന്നു. നമ്മുടെ കർത്താവ് ജീവിക്കുന്നു. മരണത്തെ ജയിച്ചവൻ നമ്മുടെ കൂടെ ഉണ്ട്. അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്തിട്ട് പറഞ്ഞോട്ടെ, എന്റെ കർത്താവ് ജീവിക്കുന്നു, എന്റെ കർത്താവ് ജീവിക്കുന്നു. എന്റെ കർത്താവ് ജീവിക്കുന്നതുകൊണ്ട് അവൻ മരണത്തെയും പാതാളത്തെയും ജയിച്ചവനാണ്. ആ കർത്താവ് പറയുന്നു ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാനാകുന്നവൻ ഞാനാകുന്നു. കർത്താവിന്റെ മക്കളാകുന്ന നമ്മളെ ദുഃഖിക്കുവാൻ ഇടവരരുത്. ആമേ കർത്താവ് ജീവിക്കുന്നത് കൊണ്ട് നമ്മളും ജീവിക്കുന്നു. തകർന്നു പോകേണ്ടിയിരുന്ന സ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തിൽ. ആമേ താമടിയായി പോകുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. വീട് പോകുമെന്ന് കൂടെ നിന്നവർ മാറുന്നത് ചിരിച്ചപ്പോ ആമേ കരം തന്ന് കാത്ത് പരിപാലിച്ച സർവ്വവല്ലഭനായ യഹോവ ആമേ മരണത്തെ പങ്കച്ച വേണ്ടവനായി ആമേ വെള്ളോടിന് സമമായ കാലുകൾ ഉള്ളവൻ, അതിന് ലോലക്കത്തുള്ള കണ്ണുള്ളവൻ ആമേ ഇവിടെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നതിനാൽ എന്ന് വൈകുന്നേരം ദൈവത്തെ സ്തുതിക്കുകയാണ്. അവൻ ആദ്യനും അന്ത്യനുമാണ്. ഉപസമയത്തെ ചിന്തക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്ന ഒരു വചനം വായിച്ച് മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 27 അധ്യായത്തിന്റെ 20 വാക്യം. ആക്ട്സ് ചാപ്റ്റർ 27 verse 20. അപ്പോസ്തല പ്രവൃത്തി 27ന്റെ 20 വാക്യം. The sun was lost in many days appeared, and no small tempest lay on us. All hope that we should be saved was then taken away. മലയാളത്തിൽ വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാൽ ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ള ആശ ഒക്കെയും നമ്മുടെ വേദപുസ്തകം കൈകളിലെടുക്കാം, ഉയർത്തിപ്പിടിക്കാം. ഇങ്ങനെ പറയാം, തിരുവചനത്തിനായി സ്തോത്രം, തിരുവചന സത്യങ്ങൾ വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം.
ജീവനും ചൈതന്യവും പകരുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് നിറയ്ക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. വചനം പറയുന്നു, വളരെ നാളായി സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാതെ കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ട് ഇരിക്കുകയാൽ ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ള ആശ ഒക്കെയും മറ്റുപോയി. Hallelujah, 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 hallelujah. ദൈവത്തിന്റെ വചനം സത്യമുള്ളതാണ്. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. വളരെ നാളായി വെളിച്ചം കാണാൻ കഴിയാതെ വണ്ണം, ആണ്ടുകൾ പലതായി വെളിച്ചം കാണാൻ കഴിയാതെ വണ്ണം, വർഷങ്ങൾ പലതായി വെളിച്ചം കാണുവാൻ കഴിയാതെ വണ്ണം, നക്ഷത്രങ്ങളെ എങ്കിലും കണ്ടാൽ മതി എന്ന് ചിന്തിച്ചിട്ട് അതുപോലും കാണാൻ കഴിയാതെ വണ്ണം ഇരുട്ടിന്റെ അന്ധകാര ശക്തി എന്റെ ജീവിതത്തിൽ മറപിടിച്ച് നിൽക്കുമ്പോ എന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുമ്പോ ഞാനാകുന്നവൻ ഞാനായിട്ട് എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഉള്ളിടത്തോളം കാലം ദൈവവൈദ്യ നീ ഭയപ്പെടേണ്ട കാര്യമില്ല. തുതി മുഴങ്ങുന്നുവെങ്കിൽ നീ ഇരിക്കുന്ന കാലത്തിന് തുതി മുഴങ്ങുന്നുവെങ്കിൽ നീ ആയിരിക്കുന്ന അവസ്ഥയിൽ തുതി മുഴങ്ങുന്നുവെങ്കിൽ ആണ്ടുകൾ പലതായ ചില ബന്ധനങ്ങൾ, ആണ്ടുകൾ പലതായ ചില ബന്ധന കെട്ടുകൾ, പരജമ്പരത്തിന്റെ ബന്ധന കെട്ടുകൾ, രോഗത്തിന്റെ ബന്ധന കെട്ടുകൾ, ശാപത്തിന്റെ ബന്ധന കെട്ടുകൾ, ഇരുട്ടിന്റെ അന്ധകാരത്തിന്റെ കോരികൾ എന്റെ ജീവിതത്തിൽ പൂർണ്ണമായി മാറ്റുന്നുണ്ട്. എന്റെ ജീവിതത്തിൽ പൂർണ്ണമായി മാറ്റുന്നുണ്ട്. ഒരു പുതിയ വെളിച്ചം പകരുന്നവർ വെളിച്ചം ആദരവിടെ വന്നിട്ടുണ്ട് എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുകയാണ്. ഏറ്റെടുക്കുന്ന നൈവജനമെന്ന ദൈവത്തെ കുറിച്ചുകൊണ്ടിരുന്നത് എന്ന് അനേകർ പറഞ്ഞ് നിന്നെ ലജ്ജിപ്പിക്കുന്ന അവസ്ഥകൾ, നിന്റെ മേൽ ലേബൽ ഒട്ടിച്ചിരിക്കുന്ന സാഹചര്യങ്ങൾ മാറ്റി മറിച്ചുകൊണ്ട് അവനെ എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട്, അവന്റെ സാമീപ്യം എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട്, അവൻ എന്റെ കൂടെ നിൽക്കട്ടെ, അവന്റെ നിഴലൊന്ന് തട്ടിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അനേകർ വരാൻ പോകുന്നുവെന്ന് ദൈവത്തിന്
ഒരിക്കലും അധ്വാനഫലം കയ്യിലിരിക്കാതെ വേണം. ആമേൻ. ഇരുട്ടിന്റെ അന്ധകാരത്തിന്റെ നന്മകളെ തടഞ്ഞു വച്ചിരിക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് കയ്യിലൊന്ന് ഇരിക്കുവാൻ കഴിയുമോ, ഒരല്പം കയ്യിൽ വെക്കാൻ കഴിഞ്ഞാൽ മതി ദൈവമേ എന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ ശൂന്യതയുടെ അവസ്ഥയിൽ നിന്ന് എന്റെ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, ഞാൻ നിന്റെ ജീവിതത്തിൽ പിശാച് വ്യാപരിച്ചിരിക്കുന്ന അന്ധകാരത്തിന്റെ പോരുകൾ മാറ്റിയിട്ട് വെളിച്ചം ഞാൻ തരാൻ പോകുകയാണ്. അവൻ നിന്റെ നിക്ഷേപങ്ങളെ അന്ധകാരത്തിന്റെ പോര് തടഞ്ഞു വച്ചിരിക്കുന്നത് ഞാൻ നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റാൻ പോകുന്നുവെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില വ്യക്തികളോട് വിളിച്ചു പറയുകയാണ്. ഈ ഭൂമിക്കടിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെതാ എന്ന് പറയുവാൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോട് പറഞ്ഞോട്ടെ, ഇതെനിക്കുള്ളതുണ്ട്, ഇതെനിക്കുള്ളതുണ്ട്, ഇതെനിക്കുള്ള വചനമാ. എന്റെ കർത്താവേ, എന്റെ ജീവിതത്തിന്റെ ഇരുട്ട് മാറ്റണമേ, എന്റെ കർത്താവേ, എന്റെ ജീവിതത്തിന്റെ ശൂന്യത നശിക്കണമേ എന്ന് നിലവിളിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അവന്റെ മാറിക്കുന്ന കർത്താവ് മകദയാലുവായിട്ട് വന്നിട്ടുണ്ട്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഗ്ലോറി. ശൂന്യതയിൽ നിന്ന് സകലതും വെളിപ്പെടുത്തുന്ന ദൈവം. ഇരുട്ടിന്റെ അന്ധകാരങ്ങളെ എന്നേക്കുമായി നീക്കി ശാപപോരുകളെ മാറ്റി ആമേൻ വെളിച്ചത്തിന്റെ ശക്തിയാൽ നിറയ്ക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. എത്ര വിശ്വസിക്കുന്നു എന്റെ ദൈവമോ എനിക്ക് വെളിച്ചം പകരുന്ന ദൈവമാണ്. എന്റെ ദൈവമോ എന്റെ ജീവിതത്തിൽ എനിക്ക് വെളിച്ചം പകർന്നു തരുന്ന ദൈവമാണ്. ഗ്ലോറി ടു ഗോഡ്. എന്റെ ദൈവമോ എന്റെ ജീവിതത്തിൽ വെളിച്ചം പകർന്നു തരുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അത്യന്തപരമായ ശക്തി ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഒരു ഇരുട്ടിനും നിന്നെ പിടിച്ചു കെട്ടുവാൻ കഴിയാതെ വേണം, ഒരു അന്ധകാര ശക്തിക്ക് നിന്നെ പിടിച്ചു കെട്ടുവാൻ കഴിയാതെ വേണം, ഒരു ദുഷ്ടപോരിനും നിന്നെ പിടിച്ചു കെട്ടുവാൻ കഴിയാതെ വേണം, അവൻ ഒരു ശാപബന്ധനത്തിൽ നിന്റെ മേൽ ഉയർന്നു വരുവാൻ കഴിയാതെ വേണം. എന്റെ യഹോവയുടെ തേജസ് നിന്റെ മേൽ പകരാൻ പോകുകയാണ്. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സ്തുതിച്ചുകൊണ്ടിരുന്നാട്ടെ. അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്തിട്ട് പറഞ്ഞിട്ട് എന്റെ യേശുവിന്റെ തേജസ്സിന്റെ മേൽ വരാൻ പോകുകയാണ്. എന്റെ യേശുവിന്റെ തേജസ് എന്റെ മേൽ വന്നിരിക്കുക എന്ന് പറഞ്ഞാട്ടെ. എന്റെ യേശുവിന്റെ തേജസ് എന്റെ മേൽ വന്നിരിക്കുക. എന്റെ യേശുവിന്റെ തേജസ് എന്റെ മേൽ വന്നിരിക്കുക. എന്റെ യേശുവിന്റെ മകാ തേജസ് എന്റെ മേൽ വന്നിരിക്കുക. മകാനായ ദൈവത്തിന്റെ മകാ തേജസ് നിന്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ ദൈവ പൈതലേ ആമേൻ നിന്നെ ആർക്കും വേണ്ട എന്ന് തള്ളിക്കളഞ്ഞ ആ അവസ്ഥയിൽ നിന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശ്രേഷ്ഠവും മാന്യമായ മൂലക്കല്ലായി ആമേൻ എന്റെ യഹോവയെ തെരഞ്ഞെടുക്കാൻ പോകുക. ആമേൻ. ഹല്ലേലൂയ. നാല് കോണുകളുടെ കാണുന്നില്ല, നാല് കോണുകളുടെ കാണുന്നില്ല, നാല് കോണുകളുടെ കാണുന്നില്ല. എന്റെ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തിയെ ഓ നിന്റെ ജീവിതത്തിൽ ഇറങ്ങി വരാൻ പോകുക. ഈ ശക്തിയുടെ ആലയം കൊണ്ടുവരുന്നു. ദൈവത്തെ സ്തുതിച്ചാട്ടെ. തള്ളിക്കളഞ്ഞതിന് ശ്രേഷ്ഠവും മാന്യമായ മൂലക്കല്ലായി തീർക്കുക. ഈ മൂലക്കല്ലിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മള് അടിസ്ഥാനം വെട്ടിയിട്ടിടുന്ന മൂലക്കല്ലല്ല. ഈ മൂലക്കല്ലിന് ഒരു പ്രത്യേകതയുണ്ട്. ആർക്കും വേണ്ടാതെ വലിച്ചെറിഞ്ഞ് അതിന് കാല് ചുറ്റും കാട് പിടിച്ച് ആരും ശ്രദ്ധിക്കാതെ കിടന്ന ആ കല്ലിന് ശ്രേഷ്ഠവും മാന്യമായ കല്ലായി അവൻ എന്റെ യഹോവയായ ദൈവം അവൻ ഗോപുരത്തിന് മുകളിലെ മൂലക്കല്ലായി മാനിക്കാൻ പോകുകയാണ്. വടക്കേ ദേശവും കിഴക്കേ ദേശവും തെക്കേ ദേശവും പടിഞ്ഞാറ് ദേശവും ഒരുപോലെ നിന്നെ കാണാൻ പോകുക. ഈ ലോകത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ദൈവത്തെ
എന്റെ കുടുംബത്തിന് എന്നൊരു വിടുതൽ ഉണ്ടാകുമെന്ന് ആഗ്രഹിച്ച് ദൈവത്തിന് നിലവിളിക്കുന്ന ദൈവത്തിന്റെ പൈതല്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുക. അവൻ നിന്നോട് ദൂതറിയിച്ചതാ, കടന്നു പോകരുതെന്ന് പറഞ്ഞതാ. ആമേൻ. പോകാൻ പാടില്ലാത്ത സ്ഥലത്ത് നീ കടന്നു പോയതാ. ആമേൻ. ഹല്ലേലൂയ. ഇരുട്ട് നിന്നെ വ്യാപരിച്ച, ആമേൻ, കൂടിന്റെ മധ്യത്തിലായിരിക്കുമ്പോൾ അവിടെയും തള്ളിക്കളയുന്ന ദൈവമല്ല. നമ്മളാണെങ്കിൽ പറഞ്ഞത്, ആമേൻ, അവന്റെ അധിക പ്രസംഗം കൊണ്ട് പോയതാ. അനുഭവിക്കട്ടെന്ന് പറഞ്ഞ് നമ്മൾ മാറി നിന്നേനെ. എന്റെ ദൈവം മാറി നിൽക്കത്തില്ല. ആമേൻ. ഹല്ലേലൂയ. നീക്കം ചെയ്യേണ്ടത് നീക്കം ചെയ്യുമ്പോൾ, ക്രമീകരിക്കേണ്ടത് ക്രമീകരിക്കുമ്പോൾ, ഒരുക്കേണ്ടതിന് ഒരുക്കുമ്പോൾ, എന്റെ യഹോവയായ ദൈവത്തിന്റെ ശക്തിയെ, ആമേൻ, ഇരുട്ടിന്റെ കീഴിൽ മുറിച്ചുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ഇറങ്ങി വരുവാൻ ശക്തനായവൻ കൂടെയുണ്ട്. വിശ്വസിക്കുന്ന ദൈവത്തെ കുറിച്ചാണ്. അനേകർ മാറിന് കുറ്റപ്പെടുത്തുമ്പോൾ, അനേകർ മാറിന് കുറ്റപ്പെടുത്തുമ്പോൾ എന്റെ കർത്താവ് അവൻ എന്റെ പൈതലാ, അവൻ എന്റെ പൈതലാ, അവൻ എന്റെ പൈതലാ. ആ കുടുംബം എന്റെ കുടുംബമാണ്. ഞാൻ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയതാ. ഇരുട്ടെ, അവൻ നിനക്ക് അവരെ അല്പസമയത്തേക്ക് തടഞ്ഞു വെക്കുവാൻ കഴിയത്തുള്ളൂ. എന്റെ ശക്തി ഞാൻ അവിടെ പകരാൻ പോവുകയാണ്. ദൈവത്തിന്റെ കൂടെ ഇവിടെ കാവലിൽ ആരെങ്കിലും ഈ ശക്തി വേണ്ടിവരുണ്ടായെങ്കിൽ അവരുടെ അന്തരങ്ങളൊക്കെ തുറന്നു കൊടുക്കട്ടെ. അല്ലാതെ കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുക, രക്ഷപ്പെടുമെന്നുള്ള ആശ പോലും നശിച്ചു പോയി. 4 ഭാഗത്തു നിന്ന് കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുക. ഒന്ന് നിൽക്കാൻ ശേഷിപ്പ് വരുമ്പോൾ ഇതാ അടിക്കുന്നു അടുത്തൊരു കാറ്റ്. ആമേൻ. എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാമെന്ന് ശക്തി പ്രാപിക്കുമ്പോൾ ആമേൻ അടുത്തൊരു കാറ്റ് വേറൊരു ഭാഗത്തു നിന്ന് അടിക്കുന്നു. എങ്ങനെ ജീവിക്കുമെന്ന് ആമേൻ ഈ ലോക ശക്തിയോട് വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എന്റെ ദൈവത്തിന്റെ ആത്മാ വിളിച്ചു പറയുന്നു, എന്റെ പൈതലാണോ, ഞാൻ നിന്നെ വീണ്ടെടുത്തിട്ടുണ്ട്, എന്റെ രക്തത്താൽ നിന്നെ വിലയ്ക്ക് വാങ്ങി. അത് നീ വിശ്വസിക്കണമെങ്കിൽ ആമേൻ നിന്റെ മേൽ എന്റെ ശക്തിയെ പകർന്നുകൊണ്ട് എനിക്ക് ചില പദ്ധതികളുണ്ട്. അതിനെ ദിവസങ്ങളിൽ ഒരുങ്ങി നിൽക്കുമോ, അതിനെ ഈ ദിവസങ്ങളൊന്ന് ഒരുങ്ങുമോ, എന്റെ ശക്തിക്ക്, എന്റെ കൃപക്ക്, എന്റെ സമയം മുഴങ്ങാൻ മുടക്കുമോ എങ്കിൽ ഞാൻ പകർന്നു തരുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുക. ആരെങ്കിലും ഉണ്ടായേക്ക്, ആരെങ്കിലും ഉണ്ടായേക്ക്, വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടായേക്ക്. ഈ കൊടുങ്കാറ്റ് എനിക്ക് വേണ്ട, ഈ കൊടുങ്കാറ്റ് എനിക്ക് വേണ്ട, എന്റെ ജീവിതത്തെ തകർന്നു വെക്കുന്ന ഈ കൊടുങ്കാറ്റ് എനിക്ക് വേണ്ട. ആമേൻ. എന്റെ ജീവിതത്തെ തകർന്നു കളയുന്ന, മാനസികമായി ശാരീരികമായി എന്നെ തകർന്നു കളയുന്ന ഈ ദുഷ്ടന്റെ കൊടുങ്കാറ്റ് എനിക്ക് വേണ്ട. എന്റെ കൈസവന്റെ ശക്തി എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടായേക്ക്. അവർ തുണിച്ചുകൊണ്ടിരുന്നത് പൗലോസ് പറഞ്ഞതാ പോകരുതെന്ന്. എന്റെ കർത്താവിനോട് പറഞ്ഞതാ പോകരുത്. ആകെ പോയേ മതിയാകൂ എന്ന് ചിലരുടെ പിടിവാശിയുടെ മധ്യത്തിലാ. ഇരുട്ട് നിന്നെ വ്യാപരിച്ചിരിക്കുമ്പോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറയുന്നു, ഈ ഇരുട്ടിന് അധിക നാൾ നിന്നെ പിടിച്ചു വെക്കാൻ കഴിയത്തില്ല. ഈ ഇരുട്ടിന് അധിക നാൾ നിന്നെ പിടിച്ചു വെക്കാൻ കഴിയത്തില്ല. എത്ര പേർ വിശ്വസിക്കുന്ന ഈ ഇരുട്ടിന് എന്നെ അധിക നാൾ പിടിച്ചു വെക്കാൻ കഴിയത്തില്ല എന്ന്. വിലക്ക് വാങ്ങുവാൻ പറയാ, നിന്നെ ഞാൻ വെളിച്ചമായാ വിലക്ക് വാങ്ങിയത്. ഓ, നിന്റെ പ്രവൃത്തി ദോഷം കൊണ്ട് നീ ഇരുട്ടിലായിരിക്കുന്നു. എങ്കിലും വെളിച്ചം പകർന്നു തരുവാൻ ഞാൻ ശക്തനാ. എങ്കിലും വെളിച്ചം പകർന്നു തരുവാൻ ഞാൻ ശക്തനാ. അവൻ പറയുന്നു, ഈ ഇരുട്ടിനെ എല്ലാ കാലത്തും നിന്നെ പിടിച്ചു വെക്കാൻ കഴിയത്തില്ല. നിലവിളിക്കുന്ന ജനങ്ങൾ അത് എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, നിന്റെ വിദ്യാഭ്യാസമായിക്കൊള്ളട്ടെ, നിന്റെ കുഞ്ഞുങ്ങളുടെ വിഷയമായിക്കൊള്ളട്ടെ, നിന്റെ ശാരീരിക വിഷയം, മാനസിക വിഷയം, ആത്മീയ വിഷയം എന്ത് തന്നെയാണെങ്കിൽ
കർത്താവിനോട് പറയാം, കർത്താവ് എന്റെ ജീവിതത്തിൽ വീഴ്ച പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ എന്നൊന്ന് പറഞ്ഞാട്ട് രക്ഷപ്പെടുമെന്നുള്ളൊരു ആശ പോലും അവരുടെ ജീവിതത്തിൽ നിന്ന് നിന്നുപോയി. രക്ഷപ്പെടുമെന്നുള്ള ആശ നിന്നുപോയി. സ്തോത്രം. രക്ഷപ്പെടുമെന്നുള്ള ആശ നിന്നുപോയി. ആശ അറ്റുപോകുന്നവർക്ക് പുതിയ പ്രത്യാശ തരുന്നവനാണ് നമ്മുടെ കർത്താവ്. ആശ എവിടെ അറ്റുപോയോ അവിടെ പ്രത്യാശയുടെ കിരണങ്ങൾ വ്യാപരിച്ചിരിക്കും. പലപ്പോഴും നമ്മുടെ കൈ പ്രവർത്തിക്കാൻ കഴിയാത്ത മണ്ഡലങ്ങളിൽ എന്റെ യേശുവിന്റെ കരം അദൃശ്യമായി ഇടപെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. നീ പോലും അറിയാത്ത ചില മണ്ഡലങ്ങളിൽ എന്റെ കർത്താവിന്റെ അദൃശ്യമായ കരം ഇടപെട്ട കഴിഞ്ഞു എന്ന് പറയുന്ന രീതിയിൽ എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് കണ്ടിട്ടില്ല. ഇതെങ്ങനെ സംഭവിച്ചെന്ന് അനേകം ചോദിക്കുമോ? തന്റെ ഇടത്തോട് പറയാൻ കഴിയുമോ? തന്റെ ഇടത്തോട് പറയുവാൻ കഴിയുമോ? പൗലോസ് പറഞ്ഞതുപോലെ എന്റെ ഉദയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ സർവ്വശക്തനായ ദൈവം. ഹല്ലേലൂയ. പ്രതിസന്ധികൾ ജീവിതത്തിൽ വരുമ്പോൾ പറയാൻ കഴിയുമോ? എന്റെ ഉടയവൻ ഞാൻ സേവിച്ചു വരുന്ന ദൈവം എന്റെ കൂടെ ഉള്ളിടത്തോളം കാലം പിശാചിനെ നിനക്കെതിരെ അധികാരമില്ല എന്ന്. ദൈവത്തിന് കൊടുക്കേണ്ടവണ്ണം കൊടുത്തിട്ട് ഇവിടുന്ന് പ്രാപിച്ചിട്ട് ദൈവജനം പോകാവൂ. പ്രമാണിയുടെ സകലരുടെ മുമ്പിൽ തന്റെ ഇടത്തോട് പറഞ്ഞു, എന്റെ ഉടയവൻ ഞാൻ സേവിച്ചു വരുന്നവനായ സർവശക്തനായ ദൈവം അവൻ എന്നോട് പറഞ്ഞതാ. അവൻ അതുപോലെ സംഭവിക്കത്തുള്ളൂ എന്ന് രാത്രികളും പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടായെങ്കിൽ, പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടായെങ്കിൽ അത്തരം തുറന്ന് പറഞ്ഞിട്ട് പിശാചേ എന്റെ നന്മയുടെ മേൽ നിനക്ക് തൊടുവാൻ അധികാരമില്ല, എന്റെ ഉടയവൻ പറഞ്ഞതാ കാര്യമെന്ന് എന്നവർക്ക് കല്യാണമുണ്ട്. കല്യാണമുള്ളവരുടെ ദൈവത്തെ പിശാചേ നിനക്ക് നന്മയെ പറയാൻ അധികാരമില്ല. പിശാചേ നിനക്ക് വാഗ്ദത്തം തൊടാൻ അധികാരമില്ല. കപ്പലുകാർ ഭയപ്പെട്ടു ഓരോരുത്തർ താന്താന്റെ ദൈവനോട് നിലവിളിച്ചു. കപ്പലിന് ഭാരം കുറയ്ക്കേണ്ടതിന് അവർ അതിലെ ചരക്ക് സമുദ്രത്തിൽ എറിഞ്ഞു കളഞ്ഞു. യോനയോ കപ്പലിന്റെ അടിത്തട്ടിൽ ഇറങ്ങിക്കിടന്ന് നല്ലവണ്ണം ഉറങ്ങുകയായി. ഇവിടെ വേറൊരു തരത്തിലുള്ള നിലവിളി. എന്നെ താഴ്ചയിൽ നിന്ന് വിടുവിച്ചവൻ, എന്നെ താഴ്ചയിൽ നിന്ന് നാശകരമായ കുഴിയിൽ നിന്ന് എന്നെ വീണ്ടെടുത്തവനായ എന്റെ സർവശക്തനായ ദൈവത്തെ ഹൃദയത്തോട് ഞാൻ സ്തുതിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ദൈവജനത്തെ വിടുവിപ്പാണ് എന്റെ കർത്താവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഒരുതരം നിലവിളി നടക്കിയ കപ്പൽക്കാർ ഭയപ്പെട്ട് ഓരോരുത്തർ താന്താന്റെ ദേവനോട് നിലവിളിച്ചു. ഓരോരുത്തർ താന്താന്റെ ദേവനോട് നിലവിളിക്കുക, നിലവിളിക്കുക, നിലവിളി. താന്താന്റെ ദേവനോട് നിലവിളിക്കുക. സ്തോത്രം. ജാതികൾ താങ്കാങ്ങളുടെ ദേവനെ നിലവിളിക്കുമ്പോൾ ദൈവത്തിന്റെ അഭിഷേകം പ്രാപിച്ച അഭിഷക്തൻ കപ്പലിന്റെ അടിത്തട്ടിൽ കിടന്ന് സുഖമായി ഉറങ്ങുക. നമ്മളിപ്പോ ചെയ്യുന്ന അങ്ങനെയല്ല. അനവധി പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിലും ദൈവത്തോട് നിലവിളിച്ച് പ്രാപിക്കേണ്ട
തരുന്നവനാണ് നമ്മുടെ ദൈവം. Hallelujah. Hallelujah. പക്ഷെ ദൈവത്തിന്റെ ദൈവസന്നിധിയിൽ ആയിരിക്കണം. ദൈവവുമായി എപ്പോഴും കണക്ഷൻ ഉണ്ടായിരിക്കണം. അഭിഷേകം പ്രാപിച്ചവൻ അനേകരുടെ നിലവിളി കണ്ടിട്ട് മാറിക്കിടന്ന് ഉറങ്ങുകയാണ്. ദേശത്തിൽ അവിടെ ഇവിടെ പ്രതിസന്ധികൾ നടക്കുമ്പോൾ, അവിടെ കൂട്ടവിശ്വാസികളെ വെട്ടിക്കൊല്ലുമ്പോൾ, അവിടെ വിശ്വാസത്തിന് വേണ്ടി അനേകർ പട്ടിണി കിടക്കുമ്പോൾ, അവിടെ പല രാജ്യങ്ങളിൽ അങ്ങനെ അനേകർ ജയിലറകളിൽ കിടക്കുമ്പോൾ, ദൈവ പൈതലെ എങ്ങനെ നിനക്ക് തുതിക്കാതിരിക്കാൻ കഴിയാം? എങ്ങനെ ദൈവത്തിന് മഹത്വം കൊടുക്കാതിരിക്കാൻ കഴിയാം? ആമേൻ, ഹല്ലേലൂയ. എന്റെ കർത്താവ് നിന്നെ വിടുവിച്ച വഴികളെ ഓർത്ത് എങ്ങനെ ആരാധിക്കാൻ കഴിയും? ജാതികൾ നിലവിളിക്കുക ദൈവസന്നിധിയിൽ. താങ്കളുടെ ദൈവത്തെ ജാതികൾ നിലവിളിക്കുക. അഭിഷേകമുള്ളവൻ കപ്പലിന്റെ അടിത്തട്ടിൽ പോയി കിടന്ന് ഉറങ്ങുക. പലപ്പോഴും നമ്മളും അങ്ങനെയാ, കണ്ണട തിരുക്കാക്കിയിട്ട് നമ്മളും കിടന്നുറങ്ങും. അഭിഷേകമുള്ള ദൈവത്തിന്റെ പൈതലെ, നിന്നിൽ കൂടി ഓടുന്ന അഭിഷേകത്തിന്റെ ശക്തി കൊള്ളെടുത്തോളം കാലം ആമേൻ, ഹല്ലേലൂയ, നീ നിലവിളിക്കുന്നുവെങ്കിൽ ഒരു പിശാചിന്റെ അടുക്കൽ കടന്നു വരത്തില്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ സേവിക്കുന്നവനും എന്റെ ഉടയവനുമായ ദൈവം നമ്മളെ വിടുവിക്കും. പ്രതിസന്ധികളുടെ മുതൽ ചവിട്ടുന്നതുകൊണ്ട് പറയാൻ കഴിയുമോ? പ്രതിസന്ധികൾ അനുഭവിക്കുന്നവർ പറഞ്ഞാട്ടെ, പിശാചേ വാഴ്ത്തം എന്റെ മേലുള്ളതാ. നിങ്ങളുടെ പ്രതിസന്ധികൾ കൂട്ടിച്ചേർത്ത് പറഞ്ഞാട്ടെ, വാഴ്ത്തം എന്റെ മേലുള്ളതാ, വാഴ്ത്തം എന്റെ മേലുള്ളതാ. ഓ ഗ്ലോറി ടു ഗോഡ്. നമുക്ക് വായിക്കാൻ ജെറമ്യ പ്രവചനം 4-ാം അധ്യായത്തിന്റെ 2-3 വാക്യം. ഇസ്രായേലേ, നീ മനം തിരിയുമെങ്കിൽ എന്റെ അടുക്കലേക്ക് മടങ്ങി വന്നുകൊള്ളുക. എന്റെ അടുക്കലേക്ക് മടങ്ങി വന്നുകൊള്ളുക യഹോവയുടെ അരുളപ്പാട്. എന്ന് യഹോവയുടെ അരുളപ്പാട്. മേച്ച വിഗ്രഹങ്ങളെ എന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയും. നിന്റെ മേച്ച വിഗ്രഹങ്ങളെ എന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുമെങ്കിൽ അലഞ്ഞു നടക്കേണ്ടി വരികയില്ല. നീ അലഞ്ഞു നടക്കേണ്ടി വരികയില്ല. ഒരു മിനിറ്റ് മാത്രമേ. ഇസ്രായേലേ, നീ മനം തിരിയുമെങ്കിൽ എന്റെ അടുക്കലേക്ക് മടങ്ങി വന്നുകൊള്ളുക. ലോകത്തിൽ ഒരേ ഒരു കല്ലറയേ ഉള്ളൂ തുറന്നിട്ടിരിക്കുന്ന കല്ലറ. മരണത്തെ ജയിച്ചവൻ വിളിച്ചു പറയുക, ഇസ്രായേലേ, നീ മനം തിരിയുമെങ്കിൽ എന്റെ അടുക്കലേക്ക് നീ മടങ്ങി വന്നുകൊള്ളുക. 91-ാം സങ്കീർത്തനം പറയുന്നു, തന്റെ തൂവൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. മനം തിരിഞ്ഞ് മടങ്ങി വരുന്നവരെ വിടുവിപ്പാൻ ശക്തനായവൻ. ഇരുട്ടിന്റെ ശക്തി എത്ര തന്നെ നിന്റെ മേൽ ഉയർന്നു നിന്നാലും ഇസ്രായേലേ, വാഴ്ത്തം നിന്റെ മേലുണ്ട്. വാഴ്ത്തം നിന്റെ മേലുണ്ട്. നീയോട് മടങ്ങി വരിക, മനം തിരിഞ്ഞ് മടങ്ങി വരിക, മനം തിരിഞ്ഞ്. നീ രൂപാന്തരപ്പെട്ടുകൊണ്ട് മടങ്ങി വരിക. എനിക്ക് നിന്റെ മേൽ ചെയ്യുവാൻ ചില പദ്ധതികളുണ്ട്. നീ മനം തിരിയുമെങ്കിൽ മാത്രം മടങ്ങി വന്നാൽ മതി. മടങ്ങി വന്നിട്ട് വീണ്ടും നീ മനം തിരിയാതെ പഴയ അവസ്ഥയിലേക്ക് പോണ്ട. എന്നും ഇരുട്ടിലിരിക്കുവാനല്ല, നക്ഷത്രങ്ങളെ കാണാതിരിക്കേണ്ടവനല്ല, അവൻ വെളിച്ചം കാണാതിരിക്കേണ്ടവനല്ല, വെളിച്ചം പകർന്നു കൊടുക്കേണ്ടവനത്ര നീ. നിന്റെ ജീവിതത്തിലെ മ്ലേച്ഛ വിഗ്രഹങ്ങൾ മാറ്റി വലിച്ചെറിഞ്ഞു കളയുമെങ്കിൽ മ്ലേച്ഛമായിരിക്കുന്ന നിന്റെ തോട്ട്സുകൾ, ചിന്തകൾ, മ്ലേച്ഛമായിരിക്കുന്ന നിന്റെ തകർക്കുന്ന മാനുഷിക മണ്ഡലങ്ങൾ, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം ഇസ്രായേലേ, വലിച്ചെറിഞ്ഞ് മനസ്സിന്
നിന്റെ മേൽ വന്നിരിക്കുക. പക്ഷേ മനം തിരിയാതെ അഹങ്കാരം കയറി പിടിച്ച് വിഗ്രഹങ്ങളെ കക്ഷത്തിൽ വെച്ചുകൊണ്ട് സ്തുതിക്കുന്ന തുതി എന്റെ ദൈവത്തിന് വേണ്ട. എന്റെ ദൈവത്തിന് വേണ്ട പൂർണ്ണ ഹൃദയത്തോടുള്ള സ്തോത്രമാണ്. എന്റെ ദൈവത്തിന് വേണ്ട പൂർണ്ണ ഹൃദയത്തോടുള്ള സ്തുതിയാ. ആ സ്തുതിയുടെ മേൽ പ്രകാശിക്കണമെന്ന് അവൻ പറയുന്നു. എന്നെ ഇരുട്ടിനെ മാറ്റുവാൻ എനിക്ക് ശക്തിയുണ്ട്. നിന്റെ മ്ലേച്ഛ വിഗ്രഹങ്ങളെ വലിച്ചെറിഞ്ഞു കളഞ്ഞുകൊണ്ട് നീ അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ നീ അലഞ്ഞു നടക്കേണ്ടി വരികയില്ല. അടുത്ത വാക്യം വായിക്കാം. യഹോവയാണെന്ന് നീ പരമാർത്ഥമായും ന്യായമായും നീതിയായും സത്യം ചെയ്യുകയും ജാതികൾ അവന് തങ്ങളെ തന്നെ അനുഗ്രഹിച്ചു അവന് പുകഴുകയും ചെയ്യും. യഹൂദ പുരുഷന്മാരോടും യെരൂശലേമ്യരോടും യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. നിങ്ങൾ മുള്ളുകളുടെ ഇടയിൽ വിതയ്ക്കാതെ തരിശുനില മുഴുവിൻ. യഹൂദ പുരുഷന്മാരും യെരൂശലേം നിവാസികളുമായുള്ളവരെ, നിങ്ങളുടെ ദുഷ്പ്രവൃത്തികൾ നിമിത്തം എന്റെ കോപം തീ പോലെ ജ്വലിച്ചാക്കും. യഹൂദ പുരുഷന്മാരോടും യെരൂശലേമ്യരോടും യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. നിങ്ങൾ മുള്ളുകളുടെ ഇടയിൽ വിതയ്ക്കാതെ തരിശുനില മുഴുവിൻ. ഉഴുതാൽ മാത്രമേ ഫലം കണ്ടെത്തുവാൻ കഴിയത്തുള്ളൂ. ഇരുട്ടിന്റെ അന്ധകാര ശക്തികൾ നിന്നെ തകർത്ത് കളയുവാൻ നോക്കിക്കൊണ്ട് മടി പിടിപ്പിച്ച് സ്തുതി നിന്റെ ജീവിതത്തിൽ നിന്ന് മുഴങ്ങാതിരിക്കുവാൻ തക്കവണ്ണം നിന്റെ ആശ നിന്റെ ജീവിതത്തിൽ കുത്തിവെച്ച് തകർത്ത് കളയുവാൻ നോക്കുമ്പോൾ എന്റെ കർത്താവ് വിളിച്ചു പറയുന്നു, എന്റെ വെളിച്ചം നിന്റെ മേൽ പകരുവാൻ, നിന്റെ ഇരുട്ടിനെ മാറ്റിക്കളയുവാൻ, അനേകരുടെ നിലവിളിയുടെ മധ്യത്തിൽ നിന്നെ പ്രകാശമായി ഉയർത്തുവാൻ എനിക്ക് ശക്തിയുണ്ട്. അതിനാൽ നീ ഒരുങ്ങുവോ? മ്ലേച്ഛ വിഗ്രഹങ്ങളെ വലിച്ചെറിയുവാൻ കഴിയുമോ? എന്റെ കർത്താവിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാൻ കഴിയുമോ? പൗലോസ് പറയുന്നു, എന്റെ ഉടയവൻ ഞാൻ സേവിച്ചു വരുന്ന ദൈവം എന്റെ ജീവന് ഹാനി വരുത്തത്തില്ല. എന്റെ ജീവന്റെ ഹാനി വരുത്തത്തില്ല. ഇസ്രായേലേ, നീ മനം തിരിയുമെങ്കിൽ നിന്റെ ജീവന്റെ ഹാനി അവൻ വരുത്തത്തില്ല. മുരടിച്ചിരിക്കുന്ന നിന്റെ നന്മകളെ തകച്ചു വളരുവാൻ അവൻ കൃപ തരും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ മനം തിരിഞ്ഞേ മതിയാകും. എന്റെ കർത്താവിന് നിന്നെ അനുഗ്രഹിക്കാൻ പദ്ധതിയുണ്ട്. പക്ഷെ നീ ഒന്ന് മനം തിരിയണം. നമുക്ക് വായിക്കാം 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. സാത്താൻ നമ്മളെ തോൽപ്പിക്കുവാൻ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കരുത്. സാത്താൻ തോൽപ്പിക്കുന്നത് എങ്ങനെയാ? യോന കപ്പലിന്റെ അടിത്തട്ടിൽ പോയി കിടന്നുറങ്ങിയതുപോലെ പ്രാർത്ഥിക്കേണ്ട സമയത്ത് നമുക്ക് വരുന്ന ക്ഷീണം, പ്രാർത്ഥിക്കേണ്ട സമയം മാത്രം നമുക്ക് വരുന്ന ക്ഷീണം, അല്ലാതെ എന്തോ ഒരു സന്തോഷമാണ്. ആരാധിക്കുന്ന സമയം, ആരാധനയ്ക്ക് വരേണ്ട സമയമാകുമ്പോ സ്തോത്രം, അന്നേരം പ്രതിസന്ധികളാ, ഞെരുക്കങ്ങളാ. എന്നാൽ ആരാധനയിൽ കൂടിയ ദൈവം എല്ലാം തന്നത് നമ്മൾ പലപ്പോഴും മറന്നുകൊടുക്കുന്നു. ആരാധന സമയമാകുമ്പോൾ നമുക്ക് പ്രതിസന്ധികൾ വരും, ഗസ്റ്റുകൾ വരും, കൂട്ടുകാർ വരും, ടെലഫോൺ കോളുകൾ വരും. പറയാൻ പിശാചേ എന്തൊക്കെ തന്നെ വന്നാലും സ്തോത്രം, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപത്തിന് എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ എന്നെ പിരിക്കുവാൻ കഴിയത്തില്ല. എന്റെ ദൈവത്തെ ആരാധിക്കേണ്ടവനായ സാത്താനേ, നിനക്ക് എന്റെ മേൽ അധികാരമില്ല. എന്റെ നന്മയുടെ മേൽ അധികാരമില്ല. എന്റെ തലമുറയുടെ മേൽ അധികാരമില്ല. ഞാൻ എന്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമല്ല. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ല. തന്ത്രങ്ങളെ അറിവുള്ളവർ അവരുടെ നന്മകൾ വലിച്ചെറിയത്തില്ല.
കപ്പൽ വെള്ളത്തിന്റെ ഇരച്ചിൽ കാരണം കപ്പലിന്റെ ഭാരം കുറയ്ക്കുവാൻ നന്മകളെ വലിച്ചെറിഞ്ഞപ്പോ ജനം നിലവിളിച്ചപ്പോ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതൽ ഉണ്ട് എങ്കിൽ ഒരു ദേശത്തിന് മേൽ ഒരു വെളിച്ചം നീയായി പകരാൻ പോവുക. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതൽ ഉണ്ട് എങ്കിൽ നീ ആയിരിക്കുന്ന ദേശത്തിൽ ആമേ നിന്റെ ഭവനത്തിന്റെ അന്തരീക്ഷത്തിൽ യഹോവയുടെ തേജസ് നിന്നിൽ കൂടി വെളിപ്പെടുത്താൻ പോവുക. പക്ഷെ പൗലോസിനോട് പോലെ പറയണം, ഞാൻ സേവിക്കുന്നവൻ എന്റെ ഉടയവൻ ഒരു ദേശത്തിന്റെ ദേശാധിപതികളും അതിനു മുകളിൽ ഉയരുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. സാത്താൻ നമ്മളെ തോൽപ്പിക്കരുത്. അവന്റെ തന്ത്രങ്ങളെ സാത്താൻ ഏത് വിധത്തിലും നമ്മളെ തോൽപ്പിക്കും. അവയെ തോൽപ്പിക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ നമ്മൾ എന്ത് ഇന്ന് രാത്രിക്കാലം നമ്മുടെ അവകാശങ്ങൾ നമുക്ക് മുറുകെ പിടിക്കാം. പിശാചിനോട് പറയാം, പിശാചേ നിനക്കെന്നെ ഇരുട്ടിൽ എന്നേക്കുമായി അകപ്പെടുത്താൻ കഴിയത്തില്ല. ഓ ഞാൻ വെളിച്ചമുള്ളവനാ, ഞാൻ ഇവിടെ സ്തുതിക്കുമ്പോൾ എന്റെ ഇരുട്ടന്റെ ജീവിതത്തിൽ നിന്ന് മാറുമെന്ന് പറയുവാൻ കഴിയുമോ? 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം കൂടി നമുക്കൊന്ന് വായിക്കാം. 1 Peter chapter 1 verse 15. നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായ എല്ലാ നടപ്പിലും വിശുദ്ധരായിരിക്കും. നമ്മളെ വിളിച്ചതാരാ? നമ്മളെ വിളിച്ചൊരു വിശുദ്ധനുണ്ട്. ആ വിശുദ്ധനൊത്തവണ്ണം എല്ലാ നടപ്പിലും നമുക്ക് വിശുദ്ധരായിരിക്കാൻ കഴിയുമോ? അതിനായി ഒരുങ്ങാൻ കഴിയും. അങ്ങനെ ഉള്ളവർക്ക് ഉദയം പ്രകാശിക്കാൻ പോകുക. ഉയരത്തിൽ നിന്ന് ഒരു പ്രകാശം പ്രകാശിക്കാൻ പോകുക. എന്നെ വിളിച്ച വിശ്വസ്തനോത്തമന, എന്നെ വിളിച്ച വിശുദ്ധനോത്തമനം അനുസരണമുള്ളവരായി എല്ലാ നടപ്പിലും വിശുദ്ധരായിരിക്കും. ഇന്ധനത്തിൽ അകപ്പെടുവാൻ നീ അനുവദിക്കരുത്. ആമേ പണത്തിൽ അകപ്പെടുവാൻ നീ അനുവദിക്കരുത്. ആമേ രോഗമെന്ന പ്രലോഭനത്തിൽ അകപ്പെടുവാൻ നിന്നെ തന്നെ നീ അനുവദിക്കരുത്. പണമെന്ന വ്യാമോഹത്തിൽ നീ അകപ്പെടുവാൻ നിന്നെ തന്നെ നീ അനുവദിക്കരുത്. എല്ലാത്തിലും ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരിക്കുവാൻ ഈ ദിവസങ്ങൾ ഒരു ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരട്ടെ. ഒരുക്കമുള്ളവരെ മാനിപ്പാൻ യഹോവ കൂടെയുണ്ട്. കാറ്റ് വെല്ലമെല്ലെ അടിച്ചാലും ആദ്യത്തെ സുഖമായി തോന്നിയാലും പിന്നെ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുവാൻ ചാൻസ് ഉണ്ട്. ചില വഴികളിലേക്ക് നീ കടന്നു പോകുമ്പോ ആരും കാണുന്നില്ലല്ലോ, എല്ലാം നല്ലതെന്ന് ചിന്തിക്കുമ്പോ ദൈവ പൈതലെ അനർത്ഥം പതിയിരിക്കുക. അനർത്ഥം പതിയിരിക്കുക. ദൈവാത്മാവെല്ലാം വിളിച്ചു പറയട്ടെ, അനർത്ഥം പതിയിരിക്കുക. ഇടേണ്ടതിനെ വലിച്ചു കളയാ. മോഹങ്ങളെ മാതൃകയാക്കാതെ, വിഗ്രഹങ്ങളെ മാതൃകയാക്കാതെ, ഓ സമ്പന്നന്മാരെ മാതൃകയാക്കാതെ, ഉയർന്നവരുടെ പുറകെ ഓടാതെ എന്റെ കർത്താവിന്റെ പാദപീഠത്തിൽ ഇരിക്കുവാൻ കഴിയുമോ? ഒരുവനെ ഉയർത്തുന്നതും താഴ്ത്തുന്നതും ദൈവമെന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ പാദപീഠത്തിൽ താണിരിക്കാം. യഹോവയായ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം.